ഇന്ത്യയിലും എപ്സ്റ്റീൻ ഫയലിന് സമാനമായ രീതിയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുടെ ട്രാഫിക് നടക്കുന്നുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ ഇനി കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം മധ്യപ്രദേശിൽ നിന്നും ഓരോ ദിവസവും കാണാതാകുന്നത് 130-ലധികം പെൺകുട്ടികളെയും സ്ത്രീകളെയുമാണ്. അതേ, സ്ത്രീകളുടെയും കുട്ടികളുടെയും പേടി സ്വപ്നമായി മധ്യപ്രദേശ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് മുഖ്യമന്ത്രി സഭയിൽ നൽകിയ കണക്കു പ്രകാരം 2,74,311 പെൺകുട്ടികളാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ മിസ്സിംഗ് ആയത്. ഇവർ എവിടെ പോകുന്നു എന്നോ എന്തു ചെയ്യുന്നുവെന്നോ ആർക്കും അറിയില്ല. ഭരണ സംവിധാനങ്ങൾ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ഇപ്പോഴും പോലീസിന് ട്രേസ് ചെയ്യാൻ പോലും പറ്റാത്തവരായി 68,334 പേരാണുള്ളതെന്ന് പറയുമ്പോൾ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഇതിനോടൊപ്പം മറ്റൊരു വിഷയം കൂടിയുണ്ട് കേട്ടോ. മിസ്സിംഗ് കേസുകളെ ലവ് ജിഹാദുമായി കൂട്ടിക്കെട്ടുന്ന സംഘികൾ ഇതുവരെയായിട്ടും ഇതിൽ ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. കാരണം 2 പതിറ്റാണ്ടായി BJP ഭരിക്കുന്ന സംസ്ഥാനമാണിത്. മുസ്ലിം ജനസംഖ്യ വെറും 6% മാത്രമേ ഉള്ളൂ ഇവിടെ. വില്ലൻ സ്ഥാനത്ത് മുസ്ലിങ്ങളെ നിർത്താൻ ഒരു കാരണവശാലും കണക്കുകൾ അനുവദിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ 10,000-കണക്കിന് ഹിന്ദു സ്ത്രീകളെ കാണാതായിട്ടും ഹിന്ദുവിന്റെ സംരക്ഷണത്തിനെന്ന് പറഞ്ഞ് നാട്ടിൽ വർഗീയ കലാപവും വംശകലാപവും നടത്തുന്ന സംഘപരിവാരും BJPയും ഇപ്പോഴും ഉറക്കത്തിലാണ്. അവർക്ക് ഹിന്ദുവിന്റെ സംരക്ഷണമല്ല മുഖ്യമെന്ന് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ നിന്നും വ്യക്തമായിട്ടുണ്ടാവുമല്ലോ. 10,000-കണക്കിന് സ്ത്രീകളെ കണ്ടെത്താനാവാതെ വരുമ്പോൾ അത് വെറുമൊരു ക്രമസമാധാന പ്രശ്നമല്ലെന്നും ഇതൊരു ഘടനാപരമായ പരാജയമാണെന്നും കേവലം പതിവ് റിപ്പോർട്ടുകളായി ഇതിനെ കണക്കാക്കാൻ കഴിയില്ലെന്നുമാണ് കോൺഗ്രസ് MLA വിക്രാന്ത് ഭൂരിയ പറയുന്നത്. 2 കൊല്ലം മുമ്പ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വെച്ച കണക്കുകൾ പ്രകാരം 2019-21 കാലത്തിൽ മാത്രം ഇന്ത്യയിൽ 13 ലക്ഷം സ്ത്രീകളാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ഈ മിസ്സിംഗ് കേസുകളിൽ 1-ാം സ്ഥാനത്ത് 2 പതിറ്റാണ്ടുകളായി BJP ഭരിക്കുന്ന മധ്യപ്രദേശാണെന്നത് ഞെട്ടിക്കുന്ന കാര്യവും കൂടിയാണ്. പോലീസിനോ ഏജൻസികൾക്കോ പെട്ടെന്ന് കടന്നു ചെല്ലാൻ പറ്റാത്ത ഗ്രാമങ്ങളിലോ ട്രൈബൽ പ്രദേശങ്ങളിലോ മാത്രമല്ല ഇത്തരത്തിൽ പെൺകുട്ടികളും സ്ത്രീകളും കാണാതെ പോകുന്നത്. തലസ്ഥാനമായ ഭോപ്പാൽ, ഇൻഡോർ, ഗോളിയോർ മുതലായ വൻ നഗരങ്ങളിൽ പോലും സ്ത്രീകളും പെൺകുട്ടികളും കൂട്ടമായി അപ്രത്യക്ഷമാകുന്നുണ്ട്. കടുത്ത തൊഴിലില്ലായ്മയും ദാരിദ്ര്യവുമാണ് ഈ കാണാതാകലിന് പിന്നിലെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ പറഞ്ഞു വയ്ക്കുന്നത്.